യാദൽ ജലാലി വൽ ഇഖ്റാം അമിത്സന അല ദീനിൽ ഇസ്ലാം. ഹദ്ദാദ് റാത്തീബിന്റെ 12ാമത്തെ ദിക്റായി 7 പ്രാവശ്യം ആവർത്തിച്ച് ഉരുവിടുന്ന ദിക്ർ. ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ 3 പ്രാവശ്യമാണെങ്കിൽ ഈ ദിക്ർ 7 പ്രാവശ്യമാണ്. ഈ ദിക്റിനെ നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാം. ഒന്ന്, യാദൽ ജലാലി വൽ ഇഖ്റാം. യാദൽ ജലാലി വൽ ഇഖ്റാം എന്നുള്ളത് പഠിച്ച റബ്ബിനോടുള്ള ഒരു വിളിയാണ്, റബ്ബിനോടുള്ള നിദ ആണ്, അള്ളാഹുവിനെ വിളിക്കലാണ്. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് റബ്ബിനെ വിളിക്കാം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിന്റെ മഹത്തായ വളരെ ശ്രേഷ്ഠമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ദുൽ ജലാലി വൽ ഇഖ്റാം എന്നുള്ളത്. ആ ഇസ്മ കൊണ്ട് റബ്ബിനെ വിളിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അലില്ലു ബി യാദൽ ജലാലി വൽ ഇഖ്റാം ഐ ഇൽസമുഹ വദാവിമു അലൈഹ. നിങ്ങൾ യാദൽ ജലാലി വൽ ഇഖ്റാം എന്നതിനെ ചേർത്ത് പിടിക്കുക, അതിൽ നിത്യമാവുക. യാദൽ ജലാലി വൽ ഇഖ്റാം എപ്പോഴും ചൊല്ലേണ്ട ഒരു ദിക്റാണ്. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് റബ്ബിനെ വിളിക്കുകയാണ്. വളരെ മഹത്വമുള്ള, ശ്രേഷ്ഠമുള്ള, ഉന്നതനായ റബ്ബേ എന്ന് റബ്ബിനെ വിളിച്ചിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതോ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥന. അമിത്സന അല ദീനിൽ ഇസ്ലാം, മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ് എന്ന് ഒരാൾ ആത്മാർത്ഥമായിട്ടാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം മരിക്കുന്നത് വരെയും മുസ്ലിമായി ജീവിക്കാനും മരിക്കുമ്പോൾ ആ ഈമാൻ തെറ്റിപ്പോകാത്ത വിധത്തിൽ ഈമാനോടുകൂടി മരിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കാരണം ദുആ ആത്മാർത്ഥമാണെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് തോന്നിയതുപോലെ ജീവിച്ചിട്ട് മരിക്കുമ്പോൾ ഈമാൻ കിട്ടിയാൽ മതി എന്ന് ഒരാളും വിചാരിക്കൂല. ദുആ ആത്മാർത്ഥമാണെങ്കിൽ അവൻ വിചാരിക്കുന്നത് മുഅ്മിനായി തന്നെ ജീവിക്കണം, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് വഴിപ്പെട്ട് അനുസരിച്ച് ആജ്ഞാനുവർത്തിയായി ജീവിച്ച് എടുക്ക് ഈമാൻ തെറ്റിപ്പോകാത്ത വിധത്തിൽ മരിക്കുമ്പോഴും ആ ഈമാനോടുകൂടി മരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് അമിത്സന അല ദീനിൽ ഇസ്ലാം എന്നുള്ളത്. മരിക്കുമ്പോൾ മാത്രം ഈമാൻ കിട്ടി മരിക്കുന്ന സൗഭാഗ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തേട്ടവും അവന്റെ പ്രയത്നവും മരിക്കുമ്പോൾ മാത്രം ഈമാൻ കിട്ടാനല്ല, മരിക്കുമ്പോൾ ഈമാൻ കിട്ടണം എന്നുള്ള അവന്റെ തേട്ടം മരണം വരെയും മുഅ്മിനായി ജീവിപ്പിക്കണേ എന്നാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുകയും അംഗീകരിക്കുകയും പിന്നെ മുസ്തഖീമായി ജീവിക്കുകയും ചെയ്തവൻ ആരോ അവരുടെ അടുത്താണ് മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് എന്ന് പഠിച്ച റബ്ബ് പറയാം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ അടുത്ത് വന്നുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകളാൽ അവന്റെ റൂഹ് പിടിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവാണ് റബ്ബെന്ന് പ്രഖ്യാപിക്കുകയും അഥവാ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ വിശ്വസിക്കുകയും സുമ്മസ്തഖാമു പിന്നെ മുസ്തഖീമായി ജീവിക്കുകയും വേണം. മുസ്തഖീമായി ജീവിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ ആ ഒറ്റ വചനത്തിൽ എല്ലാം ഉൾപ്പെട്ടു. അതാണ് സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബിനോട് ദുആരക്കുമ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ദുആരക്കുന്നത്. മുസ്തഖീമായ സിറാത്തിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ടു. ദീൻ മുഴുവനും ആണത്. ദീൻ എന്താണോ അതാണ് മുസ്തഖീം. അപ്പൊ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് റഹ്മത്തിന്റെ മാലാഖമാരാൽ അഥവാ ഈമാൻ കൊണ്ടുള്ള ഒരു മരണം ലഭ്യമാകുന്നത്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ അർത്ഥം അമിത്സന അല ദീനിൽ ഇസ്ലാം, മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയുടെ അർത്ഥം മരണം വരെയും മുസ്ലിമായി നല്ല നിലയിൽ ജീവിക്കുവാനും ഈമാൻ തെറ്റിപ്പോകാത്ത വിധം മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും ഞങ്ങൾക്ക് നീ ഉദവി നൽകണേ അല്ലാഹ് എന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുഅ്മിനായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും സർവശക്തനായ അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ട ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.